പ്രായമുള്ളൂ. ആ കുട്ടി അത് കേട്ട ഉടനെ പെട്ടെന്ന് അപ്പൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് പിതാവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചിട്ട് തൻ്റെ മുഖത്തേക്ക്, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പപ്പാ, യേശുവിനെ തള്ളി പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ വീഴും. അതുകൊണ്ട് പപ്പ, നമുക്ക് ഒരുമിച്ച് മരിക്കാം. നമുക്ക് ഒരുമിച്ച് മരിച്ച് നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകാം. പപ്പ, നമുക്ക് ഒരുമിച്ച് യേശുവിന് വേണ്ടി മരിച്ച് നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകാം. അടുത്ത സെക്കൻഡിൽ ആ മിഷണറി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നോ, ഐ എം നോട്ട് ഗോയിങ് ടു ഡിനേ ജീസസ്. യേശുവിനെ ഞാൻ തള്ളിപ്പറയുന്നതേ ഇല്ല. യേശുവിനെ ഞാൻ തള്ളിപ്പറയത്തേയില്ല. 7 കുടികൾ അവിടെ തയ്യാറായി. അപ്പന്, അമ്മയ്ക്ക്, 5 മക്കൾക്ക്. ആ കുടിയിലേക്ക് അവരെ തള്ളിയിട്ടു. ആ കുടിയിൽ അവർ വീണ് കിടന്നിട്ട് പാടി, in the seat by and by when we meet on that beautiful shore. ഒരു മനോഹരമായ തീരത്തേക്ക് ഇതാ ഞങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ സ്വർഗരാജ്യത്തിൻ്റെ തീരത്ത് വെച്ച് യേശുവിനെ ഞങ്ങൾ മുഖാമുഖമായി കാണുവാൻ പോകുന്നു. അവർ ഒരുമിച്ച് സുവിശേഷത്തിന് വേണ്ടി അവിടെ രക്തസാക്ഷിയായി. ക്രിസ്ത്യാനിയെ, ഈ പകൽ കേൾക്ക്, കർത്താവ് യേശുവിന് വേണ്ടി നീ ജീവിക്കുന്നു എങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മരണം സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് അത്രേ. തുടർന്ന് എന്താ സംഭവിച്ചത്? 30,000 പേർ അവർ പറഞ്ഞു, യേശു ജീവിക്കുന്നു, അതുകൊണ്ടത്രേ ഇവർ മരിച്ചത്. അവർ വിശ്വസിച്ചു, യേശു ജീവിക്കുന്നു. വലിയ ഉണർവ് ആ രാജ്യത്തിൽ പൊട്ടി പുറപ്പെട്ടു. ഇന്ന് തെക്കൻ കൊറിയൻ പാർലമെന്റ് ഒരുമിച്ച് കൂടി വരുമ്പോൾ ആ പ്രസിഡന്റ് ഇങ്ങനെ പറയും, ഇപ്പോൾ പാസ്റ്റർ ഡേവിഡ് യോങ്കിച്ചോ മുന്നിലേക്ക് വന്ന് പ്രാർത്ഥിച്ച ഈ പാർലമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ആ ദൈവത്തിന്റെ ദാസൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ ഫലം ഉണ്ടാകും. ഇന്ന് കണ്ണുനീരോടെ ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം നുറുകിയവർക്ക് യേശു കർത്താവ് ഇന്ന് പകലും സമീപസ്ഥൻ അത്രേ. ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ഇപ്പോഴുള്ളതോ വരുമാനമുള്ളതോ മറ്റ് യാതൊരു ശക്തിക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന് ഇന്ന് പകലും നമുക്കും ഉറച്ചിരിക്കാം. ചേർന്ന് നിന്നാട്ടെ യേശുവിൻ്റെ ക്രൂശിലേക്ക്. അല്പം കൂടെ ചേർന്ന് നിന്നാട്ടെ, അല്പം കൂടെ ചേർന്ന് നിന്നാട്ടെ. യേശുവിലേക്ക് അടുത്താട്ടെ. ദൈവം നമ്മോട് കൂടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം പ്രതീക്ഷയോടെ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ സകല അവകാശത്തെ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിന്റെ മക്കൾ വസിപ്പാൻ ഓരോരുത്തരും ഇവിടുന്ന് സഹായിക്കുന്നു. ജയിക്കുന്ന ദൈവമക്കളായി, ദൈവകൃപയിൽ മുന്നേറുന്ന ദൈവമക്കളാക്കി ഓരോരുത്തരുടെ ജീവിതത്തെ അവിടുന്ന് തീർത്താട്ടെ. ഇന്ന് പകൽ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഇവിടുന്ന് സൗഖ്യമാക്കുന്നു. എല്ലാ ക്യാൻസറുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഒരു പിതാവിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. നിങ്ങളുടെ ബ്രെയിന് എന്തോ തകരാറുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ആ സ്കാനിങ് നടക്കുമ്പോൾ സകലതും നോർമലായിരിക്കട്ടെ. ഐ റിബ്യൂക്ക് ഇറ്റ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികളിലേക്ക് കടന്നു വരട്ടെ. എല്ലാ സ്ട്രോക്കുകളുടെ രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. താങ്ക് യു ലോർഡ്. എല്ലാ വാതരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ പാരമ്പര്യ രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആലീസ് എന്ന പേരുള്ളൊരു സഹോദരിയെ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുന്നു. നിന്റെ നട്ടലിന് ശക്തമായ തകരാറാണ്. നീ ബ്രേസ് ധരിച്ചിരിക്കുന്നു. ആലീസ്, യേശുവിൻ്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ കടന്നു വരുന്നു. ഒരു ജോർജ് ഇന്ന് പകൽ വിടുവിക്കപ്പെടുന്നു. ജോർജ്, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ഞെരുക്കം, നീ വിഷമിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ശക്തമായ വ്യതിയാനം നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവം വിടുതലായി നൽകുന്നു. ജോർജ്, നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിന് ആ വിടുതൽ അത്യാവശ്യം. ദൈവം അത് ചെയ്യുന്നു സഹോദരനെ. താങ്ക് യു ജീസസ്. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ക്ലെമന്റ്, ഔദ്യോഗിക ജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന നിന്റെ പ്രൊഫഷനാണ് പ്രോബ്ലം. ക്ലെമന്റ്, യേശുവിൻ്റെ സാന്നിധ്യം നിന്മേൽ കടന്നു വരികയാണ്.
ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം, നിന്നോട് കൂടെ ഇരുന്ന് സഹായിക്കുന്നു. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. സകല രോഗശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. സകല ബലഹീനതകളെ നസ്രേറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഫലിക്കുന്നു. ഇന്ന് പകൽ ഇപ്പോൾ തന്നെ വിടിവിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഓരോന്നിൻ്റെ കുഞ്ഞുങ്ങളെ മേലും ഇപ്പോൾ തന്നെ പകരപ്പെടുമാറാകട്ടെ. തൃക്കരം തൊട്ട കൃപയ്ക്കായി നന്ദി, സൗഖ്യത്തിന് വിടുതലുമായി നന്ദി. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ശരീരത്തിൽ വസ്ത്രം കിടക്കുന്നതിനേക്കാൾ ആഴമായ ഒരു ബന്ധം യേശുവിനോട് പറ്റുക, യേശുവിനോട് ചേർന്ന് വസിക്കുക. നല്ല സഭയിൽ പോകുക, നന്നായി പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക. 3 കാര്യം ഞാൻ പറഞ്ഞു. നല്ല സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കുക, വേദപുസ്തകം വായിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങൾ എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുക. അടുത്തയാഴ്ച വീണ്ടും കാണും വരെ ജയിക്കുന്ന ക്രിസ്ത്യാനിയായി മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. ആമേൻ, ആമേൻ. മാറാത്ത യേശുവിന്റെ മാറ്റമില്ലാത്ത വചന സന്ദേശവുമായി ബ്രദർ സുരേഷ് ബാബു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദൂതുകൾ, ദൈവിക രോഗശാന്തി, ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവിക ആലോചനകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ. ഈ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 5 വരെ പോളിയോ ഹോം ഹാൾ, LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. എല്ലാ ചൊവ്വാഴ്ചയും 5:30 മുതൽ 8:30 വരെ പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, വെള്ളയമ്പലം, ട്രിവാൻഡ്രം. വിശ്വാസത്തോടെ കടന്നു വരിക. യേശു നിങ്ങൾക്കായി ഒരു വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ മിനിസ്ട്രിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ചെക്കായോ ഡ്രാഫ്റ്റായോ ഈ വിലാസത്തിൽ അയക്കുക. ഞങ്ങളുടെ വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, ട്രിവാൻഡ്രം 3. ഫോൺ 0471 272 5273 അല്ലെങ്കിൽ 2725274. മൊബൈൽ 94478 30604. ഇമെയിൽ suresh@torchoftruthindia.org. ജീവാന്ത്യത്തോളം വഴി നടത്തും ഈ ദൈവമെന്നും എന്നുമെൻ ദൈവം. ജീവാന്ത്യത്തോളം വഴി നടത്തും. വാനവും ഭൂമിയും മാറുമെന്നാലും വാക്കുമാറില്ല, കൈവിടില്ല. വാനവും ഭൂമിയും മാറുമെന്നാലും വാക്കുമാറില്ല, കൈവിടില്ല. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. കരങ്ങൾ ക്ഷീണിച്ചു പോൽ എൻ മാനസം നീറി. ഭാരങ്ങളേറി മാനുഷകരങ്ങൾ ക്ഷീണിച്ചു പോൽ. അലകളിൻ നടുവിൽ ജീവിത പടകിൽ അറിവുള്ള ദൈവം ഉണ്ടരികിൽ. അലകളിൻ നടുവിൽ ജീവിത പടകിൽ അറിവുള്ള ദൈവം ഉണ്ടരികിൽ. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. എന്നുമെന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം.